ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റ് ലഡു ആണ്. അപ്പൊ ക്യാരറ്റ് ലഡു നമുക്ക് വീട്ടിൽ തന്നെ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കാം, അത് കാണാനായിട്ട് നേരെ വീഡിയോയിലോട്ട് പോകും. സോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ക്യാരറ്റ് ലഡു തയ്യാറാക്കേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. നമ്മളിത് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുന്തിരി എടുക്കുന്നുണ്ട്. മുന്തിരി ഓപ്ഷനിലാണ്, നമ്മൾ അവസാനം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മുന്തിരി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യ് എടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് പാല്. ഇതാണ് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പം നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന പാനിലോട്ട് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നെയ്യ് ഇട്ടതിന് ശേഷം നമ്മൾ അതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കണം. മുന്തിരി നമ്മൾ അവസാനം ഡെക്കറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഓപ്ഷനിലാണ്. എന്തായാലും നല്ല മൊരിഞ്ഞു വരണം. നല്ല മൊരിഞ്ഞതിന് ശേഷം നമ്മളത് പ്ലേറ്റിലോട്ട് മാറ്റണം. എന്നിട്ട് അതേ പാനിലോട്ട് തന്നെ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ക്യാരറ്റ് നമ്മൾ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആവശ്യത്തിന് പാല് ചേർത്താൽ മതി. നമ്മൾ 1/2 കപ്പ് പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമ്മൾ നല്ല ക്യാരറ്റുമായിട്ട് പറ്റി പിടിക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല മിക്സ് ആയതിനു ശേഷം നമ്മൾ അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നമ്മൾ നല്ല വിധേനെ നല്ല ഇളക്കി കൊടുക്കണം. പാലും തേങ്ങയും ക്യാരറ്റുമായിട്ട് നല്ല മിക്സ് ആവാൻ വേണ്ടിയാണ്. നമ്മളിത് കുക്ക് ചെയ്യുമ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. അപ്പൊ ക്യാരറ്റ് നല്ല വിധനെ പാകമായിട്ട് വരുന്നുണ്ട്. നമ്മുടെ ആ പാലും തേങ്ങയും ക്യാരറ്റുമായിട്ട് നല്ല മിക്സായി വരുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമ്മുടെ മധുരത്തിന് അനുസരിച്ച് നമ്മൾ അതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല വിധേന നമ്മളത് ഇളക്കി കൊടുക്കണം. എന്നിട്ട് പഞ്ചസാര മിക്സായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഏലക്ക ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചേരം നമ്മൾ തണുക്കാനായിട്ട് വെച്ചിരിക്കണം. അപ്പൊ ക്യാരറ്റ് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ക്യാരറ്റ് നമ്മൾ ലഡുവിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ മുന്തിരി നമ്മൾ ഇതിലോട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ അതിന്റെ സൈഡിലോട്ട് വെച്ചു കൊടുക്കണം. എന്നിട്ട് അതേപോലെ നമ്മൾ ഓരോ ലഡുവും ഇതേപോലെ ഉരുട്ടി എടുക്കേണ്ടതാണ്. അപ്പം നമ്മുടെ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ക്യാരറ്റ് ലഡു തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.